നമുക്ക് ദൈവവചന പഠനം ഏറെയുണ്ട്. അത് മടുപ്പായിട്ട് ആർക്കും തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്നു. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ഓരോ വചനധ്യാനവും ഒരു ശിശു, ഇപ്പോൾ ജനിച്ച ശിശു പാലിനായി കാംക്ഷിക്കുന്നത് പോലെ, വാഞ്ചിക്കുന്നത് പോലെ എല്ലാവരും അതേ വാഞ്ചയോടുകൂടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയല്ലേ? അതെയോ ഈ രണ്ടാമത്തെ വചനധ്യാനം ഒന്ന് ഒഴിവാക്കിയാൽ അരമണിക്കൂർ മുമ്പേ വീട്ടിൽ പോകാമായിരുന്നു എന്ന് ആരുടെയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്തായാലും നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. ആ വാക്യത്തിൻ്റെ നടുവിലത്തെ ഭാഗം ആണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മെ വിളിച്ചത് ഓരോരുത്തരെയും ഓരോരോ കാലഘട്ടങ്ങളിൽ വ്യക്തികളായിട്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെ വ്യക്തികളായിട്ട് ദൈവം വിളിച്ച് ആ വ്യക്തികളെ അപ്പോൾ തന്നെ ഒരു ശരീരത്തിൻ്റെ അവയവമായിട്ട് ദൈവം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഇതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച നമ്മൾ അല്പം വിശദമായി നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഒരാൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയെ താൻ പണിയുന്നതായിട്ടുള്ള സഭയോട് ചേർക്കും. ഒന്ന് സാർവത്രിക സഭയോട് ചേർക്കും. പക്ഷേ ആ സഭ ദൃശ്യമായൊരു സഭയല്ല. അതിനകത്ത് മരിച്ചുപോയവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജനിച്ച് രക്ഷിക്കപ്പെടുന്നവരുമായിട്ടുള്ള ആളുകളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അതൊരു ദൃശ്യമായ സഭയല്ല. എന്നാൽ ഇവിടെ കൊലോസ്യയിലുള്ള വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. അപ്പോൾ കൊലോസ്യയിലുള്ള സഭയെ ഒരു ശരീരമായിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വ്യാഖ്യാനവും അതിന് ആവശ്യമില്ല. സഭ ഒരു ശരീരമാണ് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. സഭ ഒരു ശരീരമാണ്. അതിലെ അംഗങ്ങളെല്ലാം ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ശരീരമാണ് എങ്കിൽ ആ ശരീരത്തിന് ഉണ്ടാകേണ്ടതായിട്ടുള്ള 4 പ്രധാന കാര്യങ്ങളും പ്രത്യേകതകളും നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതൊന്നുകൂടി കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ശരീരമാണ് എങ്കിൽ ആ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ആ ശരീരത്തിൻ്റെ തലയാണ്, അല്ലേ? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ തലയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ തല ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ ഒരു സഭ മുമ്പോട്ട് പോകേണ്ടത് എവിടെ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ലഭിക്കുന്നതായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഒരു സഭ പോകേണ്ടത്. സഭ പോകേണ്ടത് എന്ന് പറയുമ്പോൾ വിശ്വാസികൾ പോകേണ്ടത് എന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്, അല്ലേ? സഭ പോകേണ്ടതെന്നാണ്. അങ്ങനെയാണ് നമുക്ക് വചനത്തിൽ ശരീരം എന്നുള്ള ആ ഒരു തത്വം മനസ്സിലാക്കിയാൽ വിശ്വാസികൾ ഓരോരുത്തരും അങ്ങനെ പോകേണ്ടുന്നവർ തന്നെയാണ്. എന്നാൽ സഭയും കൃത്യമായ
തലയിൽ നിന്നുള്ളതായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകേണ്ടുന്നത് ആവശ്യമാണ്. അങ്ങനെ തലയിൽ നിന്നുള്ളതായിട്ടുള്ള നിർദ്ദേശം കൃത്യമായി ഒരു സഭയിൽ നടപ്പാകണമെങ്കിൽ ആ സഭ തീർച്ചയായും ഒന്നായിരിക്കണം, അല്ലേ? ഒരു ശരീരം പോലെ ആയിരിക്കണം. എൻ്റെ കൈ ഈ ശരീരത്തിൽ നിന്നൊരല്പം വേർപെട്ട് നിന്നാൽ തലയിൽ നിന്നുള്ളതായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാൻ കൈക്ക് കഴിയുമോ? ഇല്ല. അപ്പോൾ ദൈവമക്കൾ, വിശ്വാസികളെല്ലാവരും അവർ ഒന്നായാൽ മാത്രമേ തലയിൽ നിന്നുള്ളതായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനായിട്ട് സഭയ്ക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം ഒരു സഭ, ഒരു ശരീരം പോലെ ഒന്നായിരിക്കേണ്ടത് കർത്താവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടുന്നതിന് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ പ്രത്യേകത ഒരു ശരീരത്തിൻ്റെ നാം കണ്ടത്, ഒരു ശരീരമാണെങ്കിൽ ഒരു ഹൃദയവും ഒരു വായും ഒരു മനസ്സും ഒരഭിപ്രായവും ഒരു ഭാവവും, അതെല്ലാം ക്രിസ്തുവിലുള്ള ഭാവം തന്നെ. അങ്ങനെ അതെല്ലാം ഒന്നായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു. ഒരു മനുഷ്യനിൽ തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള മനസ്സില്ല, രണ്ട് ഹൃദയമില്ല, രണ്ട് അഭിപ്രായങ്ങൾ ഇല്ല. അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം വരാം, പക്ഷേ ഒരേ സമയത്ത് രണ്ട് അഭിപ്രായം ഒരിക്കലും നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഒരു ശരീരമാണ് എങ്കിൽ അതിനകത്ത് എല്ലാം ഒന്നായിരിക്കണം, അഭിപ്രായം എല്ലാം ഒന്നായിരിക്കണം. എന്നാൽ എത്ര വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടി അവരുടെ വ്യത്യസ്തതകളോടുകൂടി ജീവിക്കുന്നതാണ് ദൈവസഭ എന്നൊക്കെയാണെന്ന് ലോകത്തിൽ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ഇന്ന് സഭകളിലെ എല്ലാം അധപ്പതനത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അങ്ങനെ ചെതറിക്കിടക്കുന്ന ഒരു യോജിപ്പുമില്ലാത്ത ആളുകളുടെ കൂട്ടത്തെ സഭ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ശരീരമാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹൃദയവും ഒരു മനസ്സും ഒരു വായും ഒരു ഭാവവും ഒരു അഭിപ്രായവുമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് നാം ഒരു സഭയായി പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ എവിടെയോ ചില പരാജയങ്ങളുണ്ട് അല്ലെങ്കിൽ കുറവുകളുണ്ട്, അത് നികത്തി കഴിഞ്ഞാൽ ആ വ്യത്യസ്തതകൾ അങ്ങ് മാറും എന്നുള്ളതേ ഉള്ളൂ. അതിന് ഉള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ശരീരമായിട്ട് വിളിക്കപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശരീരം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു സഭയ്ക്ക് ഒരു ശരീരമായി തീരുവാൻ കഴിയുന്നത്. എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ അന്യോന്യം കീഴ്പ്പെടാതെ പൊങ്ങച്ചം പറയുന്ന ഏതെങ്കിലും സഭയുണ്ടോ? ഞാൻ നിന്നേക്കാൾ വലിയവനാണ് എന്നോ ശ്രേഷ്ഠനാണ് എന്നോ, അല്ലെങ്കിൽ ഞാനില്ലാതെ നിനക്ക് പറ്റില്ല, അങ്ങനെ ഏതെങ്കിലും അവയവം പറയുമോ? നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും സ്ഥാനമുണ്ട്, പ്രസക്തിയുണ്ട്, പ്രാധാന്യമുള്ളതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളും ഒക്കെയാണ് ഈ അവയവങ്ങൾക്കുള്ളത് അവൻ്റെ പ്രവർത്തന തലത്തിൽ. എങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ അവയവങ്ങളും അന്യോന്യം കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഒരു സഭയായി തീരുവാനായിട്ട് കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഒരു സഭ ഒരു ശരീരമാണ് എങ്കിൽ ആ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ആ ശരീരത്തെക്കുറിച്ച് ഉള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രസക്തരല്ലാത്ത ആരും പ്രസക്തമല്ലാത്ത ഒരു അവയവവും നമ്മുടെ ശരീരത്തിലില്ല. ആവശ്യമില്ലാത്ത ഒരവയവവും നമ്മുടെ ശരീരത്തിലില്ല. ശാസ്ത്രജ്ഞന്മാർ പരിണാമപ്രകാരമാണ് മനുഷ്യനുണ്ടായത് എന്ന് പറഞ്ഞ് അവർ ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരവയവം ഉണ്ട് എന്ന് പറഞ്ഞ് അവർ കുറച്ച് കാലം, ഒരല്പകാലം അവർ ചില വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി. കുരങ്ങിൻ്റെ വാല് ക്ഷോഭിച്ച് അങ്ങനെ വന്നാണ് മനുഷ്യനുണ്ടായത്. അപ്പോൾ ക്ഷോഭിച്ച് വന്നപ്പോൾ നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരുക, കോക്കിക്സ് എന്നാണ് അതിന് പറയുന്നത്, അതില്ലെങ്കിലും
മനുഷ്യന് കുഴപ്പമില്ല, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനത്തിനും അത് ആവശ്യമില്ല എന്നൊരു വാദഗതിയൊക്കെ പരിണാമ സിദ്ധാന്തവാദികൾ ഉന്നയിച്ചു. എന്നാൽ കോക്കിസ് എടുത്ത് അല്ലെങ്കിൽ കളയേണ്ടി വന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അതും ശരീരത്തിന് ആവശ്യമുള്ളതായ അവയവം, അല്ലെങ്കിൽ ഒരു എല്ലിൻ്റെ ഒരു കഷ്ണമാണെങ്കിൽ പോലും ശരീരത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിൽ ആവശ്യമില്ലാത്തതായ ഒരു അവയവവും ഒരു ഭാഗവും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സഭയിൽ ഉത്തരവാദിത്വമില്ലാത്തതോ ആവശ്യമില്ലാത്തതോ പരിഗണിക്കപ്പെടാതിരിക്കാനോ ഉള്ളതായിട്ടുള്ള ഒരവയവവും ഒരു ശരീരത്തിലില്ല. എല്ലാ അവയവങ്ങളും പ്രാധാന്യമുള്ളത് തന്നെ ആണ്. അതൊരു ശരീരത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒരു ശരീരം പോലെ ഏകാഭിപ്രായത്തിലും ഏകഹൃദയത്തിലും ഏക മനസ്സിലും ഒരുമനപ്പെട്ടിരിക്കണം എന്നുള്ളത് കണ്ടു. പിന്നെ എന്താ കണ്ടേ? അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്ന് കണ്ടു. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അത് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നൊരു പ്രമാണം ഒരിക്കലും സഭയിലില്ല, കുടുംബത്തിലുമില്ല, സഭയിലുമില്ല. കീഴ്പ്പെടുത്തുക അങ്ങനെ എന്തെങ്കിലും ബൈബിളിൽ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ നമ്മൾ വായിക്കുന്നുണ്ട്. മൂപ്പന്മാർ ഇളയവരെ കീഴടക്കുവിൻ എന്നില്ല. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ കീഴ്പ്പെടുത്തുവിൻ എന്നില്ല, അല്ലേ? നിങ്ങൾ അന്യോന്യം കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അന്യോന്യം കീഴ്പ്പെടുത്തണം എന്നില്ല. ഇത് രണ്ടും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആരും കീഴ്പ്പെടുത്താതെ കീഴടങ്ങിയിരിക്കുന്നതാണ് ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് മുഖാന്തരം, അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് മുഖാന്തരം നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സഭയെക്കുറിച്ച് കണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സഭയിൽ യഥാർത്ഥത്തിൽ സഭയിലെ ദൈവമക്കൾ എല്ലാവരും അവരൊരു ശരീരമാകുന്നതുകൊണ്ട് അവർക്കുള്ളതെല്ലാം അവർക്ക് പൊതുവായിരുന്നു. നമ്മളത് 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ചും പിന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായുള്ളൊരു കാര്യം, ആരും അവർക്കുള്ളതൊന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല, എല്ലാം അവർക്ക് പൊതുവായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഒരു ശരീരമാണെങ്കിൽ, അല്ലെ, ഈ കൈ എൻ്റെ മാത്രമാണ് എന്ന് പറയാനായിട്ട് ശരീരത്തിൽ ഏതെങ്കിലും അവയവം വരുമോ? ഇല്ല. എല്ലാ അവയവങ്ങളും എല്ലാത്തിനും പൊതുവായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്ത് പരിക്കും ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ആ ഒരു പരിക്കിന് ക്രമീകരണം വരുത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതൊരു സഭയുടെ പ്രത്യേകതയാണ്. ദൈവവചനത്തിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയും. ശരി, ഇത്രയൊക്കെ നമ്മൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ചിന്തിച്ചതാണ്. അതിൽ നിന്നൊന്നും ഞാൻ ഇപ്പോൾ കൂട്ടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനി അടുത്ത ഒരു തലത്തിലേക്ക് നമ്മളുടെ ചിന്താഗതികളെ നാം കൊണ്ടുപോകണം. നാം അങ്ങനെ ദൈവവചനം അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ പഠിച്ച് ബുദ്ധി വികസിച്ച്, അല്ലെങ്കിൽ അറിവ് സമ്പാദിച്ച് വേണമെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി മേന്മയായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇനി നമുക്ക് ഓരോരുത്തർക്കും നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. മറ്റാരിലേക്കുമല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ ഒരവയവമാണോ? അവയവമാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? കർത്താവിൻ്റെ ഹൃദയവും മനസ്സും ഭാവവും എല്ലാമുള്ള ആ കൂട്ടത്തിൽ ഞാനും അതിനോട് ചേർന്നിരിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ ചേർന്നിരിക്കുന്നവളായിരിക്കണം. ഏക ശരീരമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു സഭയെ സംബന്ധിച്ച് കൊലോസിയിലെ സഭയോട് പറയുന്നില്ല, നിങ്ങളെ 2 ശരീരങ്ങളായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നു. ഇല്ലില്ല, ഒരൊറ്റ ശരീരമേ ഉള്ളൂ. അപ്പോൾ നാം, അല്ലേ, 1-ാമത്തെ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ ഒരുമിച്ചിരുന്നു, അവർ ചേർന്നിരുന്നു, അവർക്കൊരഭിപ്രായമായിരുന്നു. അതുപോലെ നാം എല്ലാവരിൽ നിന്നും വിട്ട്, അല്ലെങ്കിൽ സഭയുടെ ആ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ട് നമ്മളുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയും അഭിപ്രായങ്ങളും താല്പര്യങ്ങളും വെച്ച് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ? നാം ചേർന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
അങ്ങനെ കർത്താവ് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ നാം ചേരണം, വേണ്ടേ? നാം യഥാർത്ഥത്തിൽ ചേർന്നിട്ടുണ്ടോ? എൻ്റെ സഭയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ഞാൻ. എൻ്റെ സഭയുടെ ഒരു ഉത്തരവാദിത്വമുള്ള അവയവമാണ് ഞാൻ എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നാം നമ്മെ അങ്ങനെ തന്നെയാണോ കാണുന്നത്? തിയറി നമ്മൾ പഠിച്ചു അല്ലേ? 2 ആഴ്ച മുമ്പ് നമ്മൾ തിയറി പഠിച്ചു. ഇനി നമുക്കതിൻ്റെ പ്രാക്ടിക്കലിലേക്ക് കിടക്കണം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ സഭയുടെ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് ഞാൻ. ഒരവയവമാണ് എന്ന് പറയുമ്പോൾ ആ അവയവത്തിന് അത് ചേർന്നിരിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടാകും. ഒരിക്കലും ഒരു അവയവത്തിന് ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള താല്പര്യമില്ല. എപ്പോഴാണ് അത് വിട്ടുകളയുന്നത് അത് വല്ലാത്ത വ്രണം നിറഞ്ഞ് അത് ആ ശരീരത്തിന് പൊതുവിലൊരു രോഗാവസ്ഥയ്ക്കോ മരണത്തിനോ കാരണമായാൽ മാത്രമാണ് ഒരു ശരീരത്തിൻ്റെ അവയവത്തെ മുറിച്ചു മാറ്റുന്നത്. അതുവരെ ഒരു ശരീരത്തോട് ചേർന്നിരിക്കാൻ മാത്രമാണ് അവയവങ്ങൾക്ക് സാധിക്കുക. പ്രിയമുള്ളവരെ, നാം അങ്ങനെയാണോ? രണ്ടാമതായി, ഞാൻ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടണം എന്നുള്ള പ്രമാണത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നയാളാണോ? അല്ലെങ്കിൽ ഞാൻ ആർക്കും വിധേയപ്പെടുകയില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള സൗകര്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ഞാൻ ജീവിക്കും, ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്, ഞാൻ ആരെയും കൈക്കൊള്ളുവാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിൽ നമ്മൾ മാറി നിന്ന് സന്ദർശകരെ പോലെയോ ഉള്ള ഒരു ജീവിതമാണോ നമുക്ക് സഭയിലുള്ളത്? ഞാൻ സഭയിൽ ആ ശരീരത്തിൻ്റെ ഒരവയവമാണോ, അതോ ഞാൻ കേവലം ഒരു സന്ദർശകനാണോ? ശരീരത്തിൽ സന്ദർശകരുണ്ടോ? നമ്മുടെ ശരീരത്തിൽ സന്ദർശകരായിട്ട് അവയവമുണ്ടോ? ഇല്ല. ശരീരത്തിൽ ഒരിക്കലും സന്ദർശകരില്ല. ശരീരത്തിൽ അവയവങ്ങൾ മാത്രമാണുള്ളത്. പിന്നെ വരുന്ന സന്ദർശകർ എന്തോ ആയിരിക്കും? രോഗാണുക്കളായിരിക്കും അല്ലേ? നമ്മുടെ ശരീരത്തിൽ സന്ദർശനത്തിന് വരുന്നത് രോഗാണുക്കളായിരിക്കും. അതല്ലാതെ ശരീരത്തിൽ സന്ദർശകരില്ല. അതുകൊണ്ട് സഭയിലും ഞാനൊരു സന്ദർശകയല്ല, ഞാനൊരു അവയവമാണ്. ഞാൻ അവയവമാണ് എങ്കിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള പ്രമാണം ആണ് ആത്യന്തികമായിട്ട്. ഇപ്പം പല സഭകളിലും മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, പിന്നെ ഭർത്താവിന് ഭാര്യ കീഴടങ്ങിയിരിക്കണം എന്നുള്ളതൊക്കെ വളരെ ശക്തമായി പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അതൊക്കെ സത്യമാണ്, വചനത്തിലുണ്ട്, അതൊക്കെ പഠിക്കുകയും അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രമാണത്തെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അല്ലേ സൗര, ബാക്കി എല്ലാ കാര്യങ്ങളിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അല്ലേ? 10 കൽപ്പനകൾ കൊടുത്തിട്ട് ഈ 10 കൽപ്പനകൾ 2 കൽപ്പനകളായിട്ട് സംഗ്രഹിക്കാമെന്ന് പറഞ്ഞതുപോലെ കീഴ്പ്പെടുന്നതിനെക്കുറിച്ച് അധികമൊന്നും വിശദീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഒറ്റ വാക്ക് മതി. എന്താണ്? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്ന ആളാണോ? അതിന് മനസ്സുള്ള ആളാണോ? അതെയോ ഞാൻ വ്യത്യസ്തനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ശരി. പിന്നെ സഭയുടെ പ്രത്യേകത എന്താ? ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? തലയിൽ നിന്ന് സ്വീകരിക്കുക അല്ലേ? ഒരു സഭ തലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭയിലുള്ള എല്ലാ വ്യക്തികളും അവർ ക്രിസ്തുവാകുന്ന തലയിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നാം ഒരു സഭയായി ഇരിക്കുന്നു, അല്ലെങ്കിലും നാം സഭയാണ്. നാം വീട്ടിലായിരിക്കുമ്പോഴും നാം ഈ സഭയിലെ അംഗങ്ങൾ തന്നെയാണ്, അവയവങ്ങൾ തന്നെയാണ്. അപ്പോൾ സഭയിലേക്ക് ദൈവം പ്രവർത്തിക്കുന്നത് വ്യക്തികളിൽ കൂടി തന്നെയാണ്. അപ്പോൾ തലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും സ്വീകരിച്ച് അതിനനുസരിച്ച് പോകുമ്പോൾ ആ സഭ കർത്താവിൽ നിർദ്ദേശം സ്വീകരിക്കുന്നൊരു സഭയാണ്.
വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് എഴുതുമ്പോൾ അവിടെ ഒരു സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉടുപ്പ് മലിനമാകാത്ത ചിലർ, ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിങ്ങളുടെ കൂടെയുണ്ട്. ചിലരെക്കുറിച്ചേ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചിലരല്ല, മറിച്ച് എല്ലാവരും തലയിൽ നിന്ന് നിർദ്ദേശം സ്വീകരിക്കുന്ന ആളുകളായിട്ട് സഭയിലിരിക്കുമ്പോൾ മാത്രമേ ശരീരമായിരിക്കുന്ന സഭ തലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ വീണ്ടും എനിക്കുള്ളതൊക്കെ എൻ്റേതാണ് എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ നാം സഭയുടെ ഒരു ഭാഗമായി തീർന്നിട്ടില്ല. എനിക്കൊന്നുമില്ല, ഞാൻ എന്നെ തന്നെയും എനിക്കുള്ളതിനെയൊക്കെ വിട്ട് ഉപേക്ഷിച്ച് ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്, എനിക്ക് സകലവും വിട്ടുപിരിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം കർത്താവിൻ്റെയാണ്, ഞാൻ കർത്താവിൻ്റെയാണ്. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം കർത്താവിൻ്റെ വകയാണ്. കർത്താവ് തലയും സഭ ശിരസും, അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, എനിക്കുള്ളതെല്ലാം സഭയുടേതാണ്. പറയാൻ പറ്റുമോ? ബൗസവരെ? പറയാം. എൻ്റേതെല്ലാം സഭയുടേതാണ്. സഭ ആരാണ്? ക്രിസ്തുവിൻ്റെ ശരീരമാണ്, അല്ലേ? ഇതൊക്കെ വചനപ്രകാരം തന്നെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ പ്രമാണങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ കാലമായിട്ട് കുറേ സഭകളെയൊക്കെ കാണുന്നുണ്ട്. ചില സഭകളിലൊക്കെ നമ്മൾ ചില കാലങ്ങളിൽ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ അംഗങ്ങളായിരുന്നു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള സഭയെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് മുഴുവൻ നമ്മൾ വിട്ടുകളയണം. സഭ ഒരു കുടുംബമാണ്. സഭയിലുള്ള എല്ലാ ആളുകളും ആ കുടുംബത്തിലെ അപ്പന്മാരും അമ്മമാരും അനിയന്മാരും ചേട്ടന്മാരും മക്കളുമൊക്കെയാണ്. അതാണൊരു സഭ. സഭയെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടെല്ലാം ഈ നാളുകളിൽ മാറിപ്പോണം. എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് ജോഷുവയും ജോയലും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും മാത്രമല്ല. എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ എന്നേക്കാൾ ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ പ്രായമുള്ളതായ ഈ സഭയിലുള്ള എല്ലാ ആളുകളും എൻ്റെ മനസ്സിൽ വരണം. എൻ്റെ മാതാവും പിതാവും എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതായിട്ടുള്ള പപ്പയെയും അമ്മയെയും മാത്രമല്ല, മത്തായി സഹോദരനെയും ജോസഫ് സഹോദരനെയും ജോയി സഹോദരനെയും ബാബു സഹോദരനെയും മറിയക്കുട്ടി സഹോദരിയൊക്കെ എൻ്റെ മനസ്സിൽ വരണം. അവരൊക്കെ എൻ്റെ അപ്പന്മാരും അമ്മമാരുമാണ്. എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ജഡപ്രകാരം ഒരു സഹോദരിയും 2 സഹോദരന്മാരുമാണുള്ളത്. എന്നാൽ ആത്മീയമായി എൻ്റെ സമപ്രായക്കാരോ താരതമ്യം ചെയ്യാവുന്ന പ്രായത്തിലുള്ളവരെല്ലാവരും എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരുമാണ് എന്നെനിക്ക് എൻ്റെ മനസ്സിൽ വരണം. പ്രിയമുള്ളവരെ, അതാണ് ഒരു സഭ. ഈ കാഴ്ചപ്പാടുകളൊന്നും നമുക്കില്ല എങ്കിൽ നാം ആ ശരീരത്തിൻ്റെ ഭാഗമായിട്ടില്ല, ആ ശരീരത്തിൻ്റെ ഭാഗം ആയിട്ടില്ല. നമ്മൾ സഭയിൽ വിസിറ്റേഴ്സ് മാത്രമാണ്, അവയവമായിട്ടില്ല. ഏറെ വെളിച്ചം ഈ നാളുകളിൽ കർത്താവ് കരുണ ചെയ്ത് നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. ദൈവവചനത്തിലെ സത്യങ്ങളെ ഏറെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കരുണ തന്നിട്ടുണ്ട്. നാം അധിക ശിക്ഷാവധി എന്നുള്ളത് ഒന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ അനുസരണക്കേടും നമ്മുടെ നിഷേധഭാവവും അതിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കും.
നമ്മളുടെ ഹൃദയത്തിലുള്ള നമ്മളുടെ മനോഭാവങ്ങളെ മറ്റുള്ളവർക്ക് ആർക്കും വിവേചിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയുള്ള വിവേചനാപരം ഒന്നും നമുക്ക് പൂർണ്ണമായി സംശയ വിചാരങ്ങളെ വിധിക്കരുതെന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം, നമ്മുടെ തന്നെ ഹൃദയത്തിലേക്ക് നോക്കാം. നാം യഥാർത്ഥത്തിൽ ക്രിസ്തു തൻ്റെ ശരീരമായിരിക്കുന്ന സഭയോട് രക്ഷിക്കപ്പെട്ടവരെയൊക്കെയും ചേർത്തു. നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നാം ആ സഭയോട് ചേരേണ്ടത് ആവശ്യമാണ്. ഞാൻ വ്യത്യസ്തനായിട്ടുള്ള ഒരാളും ഞാൻ മറ്റുള്ളവരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒരാളും എൻ്റേതൊന്നും പുതുവക എന്നെണ്ണാൻ മനസ്സില്ലാത്ത ആളും ഞാൻ കീഴ്പ്പെട്ടിരിക്കാൻ മനസ്സില്ലാത്ത ഒരാളും എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും പദവിയും ഈ സഭയിൽ ഒരു സഭയിലില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടൊരാളും ഒരുപക്ഷെ ഒരുമിച്ചിരിക്കുന്നുണ്ടാവാം. പക്ഷേ കർത്താവിൻ്റെ കണക്കിൽ കർത്താവിൻ്റെ മുമ്പാകെ ആ സഭയുടെ അംഗമായിരിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ഒരുമിച്ചിരുന്നാൽ, ശരീരത്തോട് ചേർന്നാൽ അങ്ങനെ വ്യത്യസ്തത സൂക്ഷിക്കുവാനായിട്ടുള്ള യാതൊരു അനുവാദവുമില്ല. ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വ്യത്യസ്തതയ്ക്ക് അനുവാദമുള്ളൂ. നാം ശരീരമാണെങ്കിൽ വ്യത്യസ്തതയ്ക്കുള്ളതായ ഒരനുവാദവും നമ്മളിലില്ല. എനിക്കറിയാം ഞാൻ പറയുന്നത് എന്തു വാക്കാ ബ്രദറെ? കഠിന വാക്ക്. പക്ഷെ ബൈബിളിൽ ഇതേ ഉള്ളൂ. ബൈബിളിൽ നിന്ന് തിരിച്ചൊന്ന് പഠിപ്പിക്കാൻ വാക്യമില്ല കേട്ടോ, വചനമില്ല. നമ്മളെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി അതിൻ്റേതായിട്ടുള്ള മട്ടുകൾ നമ്മളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ മട്ടിലേക്കാണ് നാം പുതിയതായ വചനമൊക്കെ അങ്ങനെ കൊടുക്കുന്നത്. മട്ടിലേക്ക് നല്ല തെളിഞ്ഞ ഒരു മട്ടിലേക്ക് തെളിഞ്ഞ വെള്ളം ഒഴിച്ചാൽ എന്താകും? അതങ്ങ് കലങ്ങും, അല്ലേ? കലങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. നമ്മളുടെ സഭയെക്കുറിച്ചുള്ളതായിട്ടുള്ള തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളാകുന്ന മട്ടുകളെല്ലാം നീക്കി തെളിഞ്ഞതായിട്ടുള്ള വചനം നാം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഒഴിക്കുമ്പോൾ നമുക്കെല്ലാം തെളിവായി കാണാം. ആ തെളിഞ്ഞ കണ്ണിലൂടെയും തെളിഞ്ഞ വചനത്തിലൂടെയും നമ്മുടെ കൂടെ അപ്പം നുറുക്കുന്നതായിട്ടുള്ള സഹോദരീ സഹോദരന്മാരെ കാണുമ്പോൾ നമുക്കെന്ത് തോന്നും? അവർ എൻ്റെ അപ്പനാണെന്ന് തോന്നും, എൻ്റെ അമ്മയാണെന്ന് തോന്നും, എൻ്റെ മകനാണെന്ന് തോന്നും, എൻ്റെ മകളാണെന്ന് തോന്നും, എൻ്റെ സഹോദരനാണെന്ന് തോന്നും, എൻ്റെ സഹോദരിയാണെന്ന് തോന്നും. ആ തോന്നലാണ് സഭയിലുണ്ടായിരിക്കേണ്ടത്. കർത്താവ്, സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മണവാട്ടിയാണല്ലേ. കർത്താവ് പരിശുദ്ധനാണ്, വിശുദ്ധനാണ്. കർത്താവിൻ്റെ മണവാട്ടി എങ്ങനെയായിരിക്കണം? അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മുടെ വ്യക്തികളായിട്ടും ചിന്തിക്കാം. കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് എന്നെ കാണുന്നു എന്ന് വന്നാൽ നമ്മുടെ ഉള്ളിലുള്ളതും നമ്മളുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ആ മണവാട്ടിക്ക് ചേർന്നതാണോ? ആണോ? അല്ല. പ്രിയമുള്ളവരെ, പഠിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതെയായി എന്നുള്ളൊരവസ്ഥയിലല്ല. പഠിച്ച് നാം ചീർത്തുപോയി എന്നുള്ളൊരവസ്ഥയിലേക്കല്ല. നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചൊക്കെ വളരെ അഭിമാനവും ഒക്കെ ഉണ്ട്. ആ അഭിമാനത്തിനൊന്നും ഒരു 50% മാർക്ക് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒത്തിരി ദൂരം നാം ഇനി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക്
എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രിയ ബാബു സഹോദരനാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അരുൺ ചികിത്സയ്ക്കായിട്ട് നാളെ വെല്ലൂരേക്ക് കടന്നു പോവുകയാണ്. അരുൺ വെല്ലൂരിലെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ ആരോഗ്യവാനായി നല്ല ഒരു പുരോഗതിയോടുകൂടി വരണം. അതിനു വേണ്ടിയിട്ട് പ്രത്യേകാൽ അരുണിനെ ഓർത്ത് സഹോദരൻ പ്രാർത്ഥിക്കണം. അതുപോലെ അലനെയും ജിജി സിസ്റ്ററിനെയും ഓർക്കണം എന്നപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ഒരു പാട്ട് പാടാം. സുമ സഹോദരി.